ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് സ്കാൽപ്പ് നല്ല ക്ലീൻ ആയി. ഇനി പുതിയ മുടി വരാൻ വേണ്ടി അവിടെ റെഡിയാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പുതിയ ഹെയർ വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടിക്ക് നീളം വെക്കാനും വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല, ഇന്ന് തൊട്ട് നമ്മൾ ഒരു സീരീസ് ആയിട്ട് നമ്മളൊരു ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരു തിരുത്തലുണ്ട്, ഹെയർ കെയർ അല്ല, ഹെയർ ഗ്രോത്തും ഉണ്ട്, ഹെയർ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. നമുക്കിവിടെ മൂന്നും പോവും. അതായത് ഹെയർ ഗ്രോത്ത് ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഹെയർ കെയർ ചാലഞ്ച് എന്നാണ് പറഞ്ഞത്. അത് കാര്യം ഞാൻ കൂടുതൽ ആലോചിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മുടിക്ക് കുറച്ച് കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മുടി. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ എനിക്ക് ചെയ്യാനാണ് ഞാൻ ആലോചിച്ചത്. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഓരോ ആഴ്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഹെയർ കെയർ ചാലഞ്ചായിട്ട് എനിക്ക് വീഡിയോ ഇടാമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. അതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആണ് ഞാൻ ആലോചിച്ചത്. അയ്യോ, അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പല പല ആവശ്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്തായാലും ഹെയർ ഗ്രോത്തും ഉണ്ട് അതിനകത്ത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഹെയർ കെയർ എന്നാണ്. ഹെയർ ഗ്രോത്തും ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്നോട്ട് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്കെന്തോ എക്സൈറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണോ എന്നറിയില്ല. കാര്യം നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ആരും അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അങ്ങനെയൊക്കെ. അപ്പോൾ ആരെങ്കിലും ചെയ്യുമോ, ആരെങ്കിലും കാണുമോ, അങ്ങനെ ഉള്ള ഒരിതുണ്ട്. എന്നാലും ഞാൻ വീഡിയോ ഇടും. കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാ ബുധനാഴ്ചയും നമ്മൾ അപ്ലോഡ് ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നില്ല, എല്ലാ ആഴ്ചയും മാത്രമേ ഉള്ളൂ ചെയ്യാൻ. അപ്പം ഞാൻ ബുധനാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത്തിരി തിരക്കൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ച ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബുധനാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഞായറാഴ്ച ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. എനിക്ക് പറ്റിയ ദിവസം ഞായറാഴ്ചയാണ്. എൻ്റെ ഈ ഡ്രസ്സിലാകെ ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ ഡോട്ടാണ്. പക്ഷേ സ്ക്രീനിൽ പിങ്ക് കളറും കൂടി കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. മാജിക് ടോപ്പാണ്. ഉണ്ടോ പിങ്ക് ഷെയ്ഡ്? എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാനുണ്ട്. ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ അല്ലെങ്കിൽ ഹെയർ കെയർ ചാലഞ്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 12 കാര്യങ്ങളാണ്. അതിൽ ഹെയർ പാക്സ് ഉണ്ടാവും, ഹെയർ മാസ്ക്സ് ഉണ്ടാവും, കൂടാതെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഈ 12 വീഡിയോസിലുണ്ടാവും. അപ്പോൾ ഈ 12 എണ്ണം ഓരോ ആഴ്ചയായിട്ട് ഇടുമ്പോഴേക്കും 3 മാസം കൊണ്ടാണ് നമ്മൾ ഈ ഹെയർ കെയർ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ വന്ന ഹെയറിനെ നന്നായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല നീളം വെപ്പിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഓവറോൾ അപ്പിയറൻസ് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളായിരിക്കും ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുടി വളർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല. ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ കൂടെ പോര്. നമുക്ക് ഒന്നിച്ച് മുടി നോക്കി അതിനെ വളർത്തി അതിനൊന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ അനിയത്തിനെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവൾക്കാകെ ഇത്ര മുടിയുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്കങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഞാൻ വലിച്ചുകൊണ്ട് വരും. ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുടിയൊന്ന് തുമ്പ് വെട്ടണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് വെട്ടാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ആൻറ്റീനെ കൊണ്ടാണ് വെട്ടിക്കുന്നത്. പുള്ളിക്കാരി ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഇന്ന് വെട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത ആഴ്ച ഞാൻ വെട്ടും. അപ്പോൾ വെട്ടുന്നതിൻ്റെ വീഡിയോയും ഞാൻ അറ്റാച്ച് ചെയ്യും. കുറച്ചേ വെട്ടുള്ളൂ, തുമ്പേ വെട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ മുടിയുടെ അറ്റം ഒന്ന് വെട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ ആണ്. അതായത് നമ്മളുടെ സ്കാൽപ്പിലെ അഴുക്കും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസും നമ്മുടെ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോൾസൊക്കെ മാറ്റിയിട്ട് സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ പുതിയ ഹെയർ വരുമ്പോഴേക്കും അതിന്
വളർന്ന് വരാനായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ഫോളിയേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫിയാണ്, കോഫി പൗഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി വേണം. അപ്പോൾ കാപ്പിപ്പൊടിയുടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിലും നമ്മളുടെ ഹെയർ റൂട്ട്സിലെത്തിയിട്ട് ഹെയറിൻ്റെ റൂട്ട്സിനെ സ്ട്രോങ് ആക്കും. അത് മാത്രമല്ല നമ്മുടെ ക്യൂട്ടിക്കിൾസിൻ്റെ നല്ല ഗ്ലോ ആയിട്ട് വെക്കാനും നല്ല ഷൈനി ആയിട്ട് വെക്കാനും കഴിവുള്ള കെഫീനാണ് നമ്മളുടെ കാപ്പിപ്പൊടിയിലുള്ളത്. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി വെച്ച് എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ മാസ്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് എണ്ണയിടുക. അപ്പോൾ നമ്മളുടെ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ നമ്മളുടെ 2 രൂപയുടെ കാപ്പിപ്പൊടിയില്ല, അതാണ് എടുത്തേക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കൂട്ടാം നമുക്ക്. അപ്പോൾ അതെടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്, നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാല്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മൾ ഏതെണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്നത് ആ എണ്ണ. ഇപ്പോൾ ഞാനിവിടെ കാച്ചിയ എണ്ണയാണ് സാധാരണയായിട്ട് തലയിൽ ഇടാറുള്ളത്. അതുകൊണ്ട് ഞാൻ കാച്ചിയ എണ്ണ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാകും. കറക്റ്റ് അളവില്ല, കുറച്ച് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കി അധികം നേരം വെക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയല്ല അലിഞ്ഞു പോകും കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പതിയെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും പതിയെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ലേ, പതിയെ. ഇപ്പോൾ അത് സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ടാണ് അത്രയും ഉരയ്ക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പതിയെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഓവറായിട്ട് സ്ക്രബ് ചെയ്താൽ എന്താണെന്നറിയോ, നമ്മൾ ആ ഉരയ്ക്കുന്ന ഒരു ഫോഴ്സിൽ നമ്മളുടെ റൂട്ടിൽ നിന്ന് ഹെയർ പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് വെച്ച് കുത്തി പിടിച്ച് ഉരയ്ക്കാതിരിക്കുക. അങ്ങനെ ഉരയ്ക്കേണ്ട ആവശ്യമില്ല, പതിയെ ഒന്ന് തടവി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ തലയിൽ താരനൊക്കെ വന്നാൽ വീക്ക്ലി വൺസ് ഇതുപോലെ നല്ലൊരു ഹോട്ട് ഓയിൽ മസാജൊക്കെ കൊടുത്ത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് ഒക്കെ ഇട്ട് ഷാമ്പൂ ഇട്ടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി മുടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഹെയർ സ്ക്രബ് തലയിലിട്ടിട്ടുണ്ട്, എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് നമ്മളുടെ തലയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ കഴുകി കളയും. അധികം നേരം വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇടുമ്പോഴേക്കും പതിയെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ സ്ക്രബ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതൊരു പശ പോലെ അങ്ങനെ ആയിപ്പോൾ നമുക്കപ്പോൾ കൂടുതൽ നമ്മൾ ഫോഴ്സ് എടുക്കേണ്ടി വരും, നമ്മുടെ മുടിയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇടുന്ന സമയത്ത് തന്നെ പതിയെ ഒന്ന് തടവി സ്ക്രബ് ചെയ്ത് അവിടെ വെച്ചേക്കുക. സ്ക്രബ് എന്ന് പറയുമ്പോഴേക്കും ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ, പതിയെ ഒരു സ്ക്രബിങ് കൊടുക്കാം. ഇനി നമ്മളിത് കഴുകുന്ന സമയത്ത് എങ്ങനെ, എല്ലാവരും തല കുനിഞ്ഞ് നിന്ന് വേണം കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ നിന്ന് ഒരിക്കലും മുടി കഴുകരുത്, കുനിഞ്ഞ് നിന്നിട്ട് വേണം. എന്തെങ്കിലും പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചിട്ടോ കുനിഞ്ഞ് നിന്നിട്ട് വേണം നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്ത് ഈ പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി കളയണം. എന്നിട്ട് നമ്മളൊരു കപ്പിൽ എന്തോരം ഷാമ്പു വേണം എന്ന് വെച്ചാൽ അത്രയും ഷാമ്പു എടുത്തിട്ട് അതിനകത്തേക്ക് വെള്ളം ഡയല്യൂട്ട് ചെയ്യണം. കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഡയല്യൂട്ട് ചെയ്തിട്ട് ആ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ സ്കാൽപ്പും അതുപോലെ തന്നെ ഷാഫ്റ്റും നമ്മുടെ അറ്റവും കഴുകാൻ വേണ്ടിയിട്ട്. അറ്റത്ത് അധികം ഷാമ്പുവിൻ്റെ ആ വെള്ളം കൊള്ളിക്കേണ്ട, നമ്മളുടെ ഈ ഭാഗത്താണ് കൊള്ളിക്കേണ്ട. കാര്യം അറ്റം എപ്പോഴും എന്താ പറയുക കുറച്ച് റഫായിട്ട് ഒരയുന്ന സ്ഥലമല്ലേ, പെട്ടെന്ന് മുടി സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഡ്രൈ ആക്കുന്നത് പോലെ അറ്റത്ത് ഷാമ്പു കോൺസെൻട്രേറ്റ് ചെയ്തിടരുത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കഴുകിയാൽ മതി. ഇനി നമ്മൾ തല കഴുകുന്ന സമയത്ത് വേണമെങ്കിൽ ആ ഷാമ്പുവിൻ്റെ കൂടെ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ, ഷാമ്പു മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളുടെ മുടിയൊക്കെ ഒന്ന് കഴുകാനാണെങ്കിൽ മുടിക്ക് ആ ഒരു ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും, മുടിക്ക് നല്ലൊരു തിളക്കമായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ മുടിക്ക് ഓൾറെഡി ഒരു ബ്രൗൺ കളറാണ്, കളർ ചെയ്ത മാതിരി ഒരു കളറാണ്. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഹെയർ ആണ് ഇഷ്ടം. എന്താ എനിക്കറിയില്ല, ഇങ്ങനെയാണ് എൻ്റെ മുടിയുടെ കളറ് പണ്ടോട്ടെ. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മുടി നല്ല ഭംഗിയായിട്ടൊരു തിളക്കമൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകുന്ന സമയത്ത് ഓൾറെഡി അതിങ്ങനെ താഴത്തേക്ക് വരുമല്ലോ,
അതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ചെയ്യണം എന്നില്ല, ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടിക്ക് ഒരു ബ്രൗൺ കളറാണ്. ഇത് ഇന്ന് ചെയ്യുക. ഇനി വേറൊരു കാര്യവും നമ്മൾ ഈ ആഴ്ച ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ചയാണ് ഞാൻ ഇനി തല നനയ്ക്കുള്ളൂ. ഞായറും ബുധനുമാണ് ഞാൻ തല കഴുകുന്ന ദിവസം. അപ്പോൾ ഇനി ഞാൻ ഞായറാഴ്ച സാധാരണ പോലെ എണ്ണയിട്ട് കഴുകും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പോൾ ഡെയിലി എണ്ണയിട്ട് കുളിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക, ഇത് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഓവറായിട്ട് എണ്ണ ഇടാണ്ടിരിക്കുക. എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയാം. മുടി പറന്നിരിക്കുന്ന രീതിയിലല്ല, അല്ലാതെ തന്നെ കാണാൻ ഒരു ഭംഗിയുള്ള രീതിയിലേക്ക് കഴുകിക്കളയാം. ഭയങ്കരമായിട്ട് ഷാമ്പു ഇട്ട് കഴുകിക്കളയണ്ട. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പുതിയ ഹെയർ വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടിക്ക് നീളം വെക്കാനും വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ആ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, അത് വിട്ട് കളയരുത്. അതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ. കാരണം അതിൽ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ ബാക്കിയുള്ള 10 വീഡിയോസിലും ബാക്കിയുള്ള 10 കാര്യങ്ങളിലും ആ വരുന്ന ഹെയറിനെ നമ്മൾ പാമ്പർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ എന്തായാലും എല്ലാവരും കാണണം. ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് സ്കാൽപ്പ് നല്ല ക്ലീനായി. ഇനി പുതിയ മുടി വരാൻ വേണ്ടി അവിടെ റെഡിയാണ്. അപ്പോൾ ഇനി പുതിയ മുടി വരും. ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഹെയർ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടിയുടെ ഗ്രോത്ത് സ്പീഡപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടിപ്പ്. ഇത്ര ഉള്ളൊരു കുഞ്ഞിക്കാര്യമല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക, ശ്രമിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സജഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോ എല്ലാ ബുധനാഴ്ചയായിരിക്കും കേട്ടോ. ഞായറാഴ്ച വേറെ എന്തെങ്കിലും ടിപ്പായിട്ട് ഞാൻ വരും. ചിലപ്പോൾ ഹെയർ ആയിരിക്കും അല്ലെങ്കിൽ സ്കിൻ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.